ആചാര്യ നരേന്ദ്രദേവിനെ പറ്റി പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം നമ്മൾ പഠിക്കണം. നരേന്ദ്രദേവ് ആണ് ആദ്യമായിട്ട് ഹിന്ദുത്വത്തിന്റെ രക്തസാക്ഷിയായിട്ടുള്ള ഒരാളെന്ന് നമ്മൾ പഠിക്കണം. കാരണം ആചാര്യ നരേന്ദ്രദേവ് കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിന്റെ ഉള്ളിലെ തന്നെ ഒരു ഗ്രൂപ്പായിട്ടാണെന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി ലോഹിയുടെയും ജയപ്രകാശ് നാരായണന്റെയും ഒക്കെ നേതൃത്വത്തില് ഒരു പ്രത്യേക ഗ്രൂപ്പായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. അപ്പൊ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ 1936 നടന്ന പ്രവിശ്യ തെരഞ്ഞെടുപ്പില് യു.പിയിൽ കോൺഗ്രസ് ജയിച്ചു. ഈ പരിമിതമായിട്ടുള്ള ജനാധിപത്യമാണെന്ന് യു.പിയിൽ കോൺഗ്രസ് ജയിക്കുക. സ്വാഭാവികമായിട്ട് നരേന്ദ്രദേവാണ് അന്ന് അവിടെ മുഖ്യമന്ത്രിയാവുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് നരേന്ദ്രദേവാണ്. പക്ഷെ അന്നത്തെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിന്റെ, കോൺഗ്രസിന്റെ ഉള്ളിലെ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിന്റെ ഒരു നിശ്ചയം, നമ്മൾ ആരും, ഈ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പിൽപ്പെട്ട ആരും അധികാരം കൈയാളരുത്, MLA ആവാം പക്ഷെ അധികാരത്തിൽ ഇരിക്കരുതായിരുന്നു നിശ്ചയം. അപ്പൊ അതുകൊണ്ട് നരേന്ദ്രദേവ് പിൻവലിഞ്ഞു. നരേന്ദ്രദേവ് മാറി നിന്നപ്പോ GB പാന്ത് എന്ന് പറയുന്ന പട്ടേലിന്റെ വലങ്കൈ ആയിട്ടുള്ള, ഇന്ന് നമ്മൾ മൃദു ഹിന്ദുത്വവാദി എന്നൊക്കെ വിളിക്കാവുന്ന ഗോവിന്ദ് വല്ലഭ് പന്താണ് യു.പിയില് മുഖ്യമന്ത്രിയാവുന്നത്, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാവുന്നത്. ഇയാൾ മാറിയെന്നുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇത് കഴിഞ്ഞ് 48 സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് കോൺഗ്രസിൽ നിന്ന് വേർപിരിഞ്ഞു പുതിയ പാർട്ടിയായിട്ട് പോന്നു. സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് വേറൊരു പാർട്ടിയായിട്ട് പോന്നു. അപ്പൊ അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു, നമ്മൾ ജയിച്ചത് കോൺഗ്രസിന്റെ ബാനറിലാണ്, അതുകൊണ്ട് നമ്മൾ വേറെ പാർട്ടി ആയതുകൊണ്ട് MLA സ്ഥാനം രാജിവെച്ചിട്ട് വേണം ഈ പാർട്ടിയിലേക്ക് വരാൻ. അങ്ങനെ നരേന്ദ്രദേവ് MLA സ്ഥാനം രാജിവെക്കുന്നു. അവിടെ നരേന്ദ്രദേവ് മത്സരിക്കുന്നത് ഇന്നത്തെ അയോധ്യ ഫൈസാബാദ് മണ്ഡലത്തിലാണ് നരേന്ദ്രദേവ് മത്സരിക്കുന്നത്. നരേന്ദ്രദേവ് ഈ പറയുന്ന യു.പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, എന്തായാലും ജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ GB പാന്ത് അന്ന് കോൺഗ്രസിന് വേണ്ടി ഈ അയോധ്യയിലെ, ഇപ്പൊ നമ്മള് തിരുനാവായയില് മഹാമകം നടത്തിയ ജൂന അഖാഡ എന്ന് പറഞ്ഞ സന്യാസിമാരുണ്ട്, ഈ ശൂല പിടിച്ച സന്യാസിമാര് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം സന്യാസം എന്ന് പറഞ്ഞാല് മുസ്ലിമിനെ കൊല്ലാനും അല്ലെങ്കിൽ ബ്രാഹ്മണിസം നിലനിർത്താനുള്ള ഉപാധിയാണെന്ന് വിശ്വസിക്കുന്ന സന്യാസ ആളുകളാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നരേന്ദ്രദേവിനെതിരെ നിർത്തുകയാണ്. ബാബ രാഘവദാസ് എന്ന് പറയുന്ന ആളെയാണ് ഈ ഇലക്ഷനിൽ ഫീൽഡ് ചെയ്യുന്നത്. 48 നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വന്നിട്ടുള്ള ഇലക്ഷൻ അല്ല, അതിന് മുമ്പുള്ള ഒരു പരിമിതമായിട്ടുള്ള ജനാധിപത്യ അവകാശങ്ങൾ ഭരണഘടന വന്നിട്ടില്ല, ജനറൽ ഇലക്ഷൻ വന്നിട്ടില്ല. ആ ഇലക്ഷന് നരേന്ദ്രദേവിന് വേണ്ടി പ്രസംഗിക്കാൻ വരുന്നത് ലോഹിയെ പോലുള്ള ആൾ, ജയപ്രകാശ് നാരായണനെ പോലുള്ള ആൾക്കാർ. നെഹ്റുവിന്റെ വരെ മാനസികമായിട്ടുള്ള പിന്തുണ ഇയാൾക്കാണ്, കോൺഗ്രസ് കാൻഡിഡേറ്റിനല്ല, നരേന്ദ്രദേവിനാണ്. എല്ലാവരും വിചാരിക്കുന്നു നരേന്ദ്രദേവ് ജയിക്കുന്നു. ബാബ രാഘവദാസിന്റെ പ്രചരണം എന്ന് പറഞ്ഞാൽ വീട് കയറിയിട്ട് തുളസിയില കൊടുക്കുക, രുദ്രാക്ഷം കൊടുക്കുക. പ്രസംഗം എന്ന് പറഞ്ഞാല് ഈ പറയുന്ന നരേന്ദ്രദേവ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത് എന്ന തരത്തിലുള്ള പ്രസംഗം. ഒരാളും വിചാരിച്ചില്ല ഇന്ത്യയില് നരേന്ദ്രദേവ് പരാജയപ്പെടുന്നത്. പക്ഷെ പെട്ടി പൊട്ടിച്ച് വോട്ടെണ്ണിയപ്പോ ബാബ രാഘവദാസ് ഫൈസാബാദിൽ നിന്ന് അയോധ്യ നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ജയിക്കുകയാണ്. ഇതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ എലക്ഷന് ജയിക്കാൻ കുറുക്കുവഴികളുണ്ട്, എലക്ഷന് ജയിക്കാൻ മതത്തെ ഉപയോഗിക്കാമെന്ന് തെളിയിച്ച ആദ്യത്തെ തെരഞ്ഞെടുപ്പ്.